ഈ സമയത്ത് വെള്ളമൊടിക്കാൻ മാത്രമല്ല ഇവിടെ വന്നത്, നമ്മളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളും. കാരണം ഓരോ കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ 10ാം ക്ലാസ്സിന് ശേഷം എവിടെയാണെന്ന് ആർക്കും ഒരു പിടുത്തമില്ല. അതുകൊണ്ട് ഓരോരുത്തരും വന്ന് ജീവിതരാജിക്ക് ശേഷം അവര് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് വരെയുള്ള കാര്യങ്ങൾ, കുടുംബം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ജീവിതരാജിക്ക് ശേഷം എവിടെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് നിർത്താം. 19 പേരുണ്ട്, ഏകദേശം 5 മിനിറ്റ് വെച്ച് എടുക്കുമെങ്കിലും നമുക്ക് നിർത്താം. അത് ഞാൻ തന്നെ പറയാം. ജീവിതരാജിക്ക് ശേഷം ഞാൻ MG കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. MG കോളേജിൽ പ്രീ ഡിഗ്രി, അതിനുശേഷം LNCP ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ ഒരു കായിക അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ കായിക അധ്യാപകൻ. ഇതുപോലെ ഓരോരുത്തരും അവർക്ക് എത്ര കുട്ടികളുണ്ട്, കുടുംബം ഏത് ജില്ലയിലാണ് എന്നുള്ള തുടങ്ങിയ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ പ്രയോജനം ഉണ്ടാവും. കാരണം നമ്മൾ പല ജില്ലയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെങ്കിൽ നമുക്കത് എല്ലാവർക്കും 19 പേർക്കും നമുക്ക് 19 പേർക്ക് ഈ മൈക്ക് എടുത്ത് കൈ തരും. 19 പേരും പറയണം. പറഞ്ഞിട്ടല്ല നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. 19 പേരും പറയും. ഞാൻ ആദ്യം പറയാം, ഞാനിപ്പോ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ, അതായത് നമുക്ക് എല്ലാവരുടെയും ഫോൺ നമ്പർ, നമ്മൾ 19 വരെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ നമുക്ക് അടുത്ത ഫംഗ്ഷന് പൊക്കാം, അത് വേറെ കാര്യം. പക്ഷെ 19 പേര് നമ്മൾ എല്ലാവരുടെയും ഫോൺ നമ്പർ നമ്മൾ കളക്ട് ചെയ്യുക. ബാക്കിയുള്ള നമുക്ക് എല്ലാ വർഷവും, കാരണം 15 വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം പലരെ കാണുമ്പോഴത്തേക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മനസ്സിൽ തട്ടുന്ന സന്തോഷമാണ്. നമുക്കത് പ്രകടിപ്പിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം 15 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കൂടെ പഠിച്ച ഓരോ വിദ്യാർത്ഥികളെ കാണുമ്പോഴത്തേക്കും നമ്മുടെ സന്തോഷം നമുക്ക് ഒരിക്കലും വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ വികാരമാണ്. അത് നമ്മൾ തീർച്ചയായും ഈ 19 പേരെങ്കിലും അടുത്ത വർഷം നമ്മൾ 30 പേര് ഇവിടെ കാണും. അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ നടത്തും. ഇപ്പൊ ഞാൻ എന്റെ കാര്യം മാത്രം പറയുകയാണ്. ഞാനിപ്പോ മലപ്പുറത്താണ്. മലപ്പുറത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെയോ, ഗഫൂറുണ്ട് മലപ്പുറത്ത്, അല്ലെങ്കിൽ നമ്മൾ പല ജില്ലയിലും പോകുന്ന ആൾക്കാരാണ്. എല്ലാ ജില്ലയിലും പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ഞാനിപ്പോ നിർത്തുകയാണ്. ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ, അതായത് ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം MG കോളേജിൽ പോയി. അതിനുശേഷം കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. അതിനുശേഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇതേപോലെ 19 പേരും അവർ 10ാം ക്ലാസ്സിന് ശേഷം എന്തു ചെയ്തു എന്നുള്ളത് തീർച്ചയായും വ്യക്തമാക്കാം. അവർക്ക് എത്ര കുട്ടികളുണ്ട്, കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കിയാൽ നമുക്കറിയാൻ പറ്റുള്ളൂ. ഞാൻ കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ട്. കൊല്ലത്ത് തന്നെയാണ് ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നതെങ്കിലും മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത്. കൊച്ചിന്റെ പേര് സ്റ്റീവ്. സൂര്യമാനം നിന്നെയോ കൊല്ലും ചാടി പഴയ പ്രോഗ്രാം എടുക്കരുത്. ഡീസന്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് സംഭവിക്കുക. ഞാൻ നിർത്തി. ഓരോരുത്തരും വന്നു 19 പേര്, അവർക്ക് എല്ലാവർക്കും അവസരമുണ്ട്. അവര് പറയണം 10ാം ക്ലാസ്സിന് ശേഷം അവർ എവിടം വരെ എത്തിയെന്നുള്ളത്, ഇപ്പോഴെവിടെയാണ്, ഏത് ജില്ലയെന്ന് പറഞ്ഞിരിക്കണം. അടുത്ത ഞാൻ മോൻപിയെ ക്ഷണിക്കുകയാണ്. അതിനുശേഷം നമ്മൾ 18 പേര് പറഞ്ഞിരിക്കും. നോട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് നോട്ട് ചെയ്യാം. ഫോൺ നമ്പർ പറയും. നോട്ട് ചെയ്യാൻ ആവശ്യമുള്ളത് നോട്ട് ചെയ്യാം. അടുത്ത മോൻപി പറഞ്ഞ് ഓരോരുത്തരും പറയും. ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ജീവിതത്തെ ആവശ്യമായിട്ട് വരും. കൂട്ടുകാരെ, ജീവിതരാജിലെ 10ാം ക്ലാസ് 93-94 വർഷം പാസ്സായതിനു ശേഷം ഞാൻ സെൻട്രൽ സ്പോർട്സ് കോഴ്സില് തിരുവനന്തപുരത്തായിരുന്നു. അവിടുന്ന് എന്റെ കാലിന് ചെറിയ തകരാറ് പറ്റിയാണ് കളി അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കളിയൊക്കെ അവസാനിപ്പിച്ച് ഞാൻ എന്റെ നാട്ടിൽ തന്നെ പല ബിസിനസ്സുമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. അതിന്റെ കേറ്ററിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഹയറിങ്ങിന്റെ പരിപാടി, അതുപോലെ തന്നെ എനിക്ക് ചെറിയ കടയുണ്ട്. അങ്ങനെ പല പരിപാടികളുമായിട്ടൊക്കെ പോകുന്നു. എന്റെ വീട് കോട്ടയത്ത് വാകത്താനം എന്ന പ്രദേശത്തെ കണ്ണഞ്ചിറ എന്ന സ്ഥലത്താണ്. നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളും കോട്ടയം ജില്ലയിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് എന്റെ ഫോൺ നമ്പറുണ്ട്, എന്നെ സമീപിക്കാം. എന്നാൽ കഴിയുന്ന എല്ലാവിധമായ സഹായങ്ങളും നമ്മളുടെ ഈ കൂട്ടത്തില് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടായാൽ എന്നെ സമീപിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടാകത്തില്ല. ഞാൻ തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യുമെന്ന ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു നൽകുകയാണ്.
അതുപോലെ തന്നെ ഞാൻ എന്റെ കേറ്ററിംഗിന്റെ പേര് കാസിനോ എന്നാണ്, കാസിനോ കേറ്ററിംഗ് കോട്ടയം. അതുപോലെ തന്നെ ഹയറിംഗിന്റെ പേര് മഹിമ എന്നാണ്. എന്റെ ഭാര്യ സൗദിയിലെ ജോലി ചെയ്യുന്ന നേഴ്സായിട്ട്. എനിക്കൊരു കുട്ടിയുണ്ട്, 1.5 വയസ്സാകുന്നു. അവരുടെ പേര് ദിയ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ കോളുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ആവശ്യം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കോട്ടയത്ത് വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാം ഉറപ്പ് നൽകുകയാണ്. തീർച്ചയായിട്ടും എന്റെ ഫോൺ നമ്പർ വേണ്ടവർക്ക് ഇപ്പോൾ നോട്ട് ചെയ്യാം. 9495. ഇത് പുള്ളിയുടെ ആവശ്യം ഉള്ളവരെ മീൻസ് എന്തുകൊണ്ട് നമുക്കെല്ലാം ആവശ്യമുണ്ട്. ഇനി തുടർന്ന് നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടേണ്ടതാണ്. ഇതുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. കാര്യം നമ്മൾ ഏതാണ്ട് 3 വർഷക്കാലം ഒന്നിച്ച് പഠിച്ചവരാണ്. ഒരു പാത്രത്തിലുണ്ട്, ഒരിടത്ത് കിടന്ന് ഒരാത്മാവ് പോലെ പലരും പല പൊസിഷനിലായെങ്കിലും എല്ലാവരും നമ്മൾ ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ അവസരത്തിൽ പെരുമാറുക. നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പരസ്പരം സഹായിക്കാനും നമുക്ക് ഒരു വലിയ മനസ്സുണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് ഈ അവസരത്തിൽ നിങ്ങളെല്ലാം ഞാൻ നമുക്ക് സന്തോഷം ഈ അവസരത്തിൽ പങ്കിടേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. അപ്പോൾ സന്തോഷമുണ്ടെങ്കിലും നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ നമ്മളെ ബാക്കിയുള്ളവരെ കൂടെ അറിയണം, അവരെ പറഞ്ഞ് സഹായിക്കണം നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ എന്റെ വാർത്തകൾ ഞാൻ നിർത്തുകയാണ്. എന്റെ ഇനി അടുത്തതായിട്ട് ഞാൻ ഫോൺ നമ്പർ വരുമെന്ന് സമീപിക്കുക. ഞാൻ അടുത്തതായിട്ട് എന്റെ മൈക്ക് കൈമാറുന്നത്. ഭാര്യയുടെ പേര് മായ, എന്റെ കുഞ്ഞിന്റെ പേര് ദിയ, എന്റെ വീട് വാഴത്താനം കണ്ണഞ്ചിറ എന്ന സ്ഥലത്ത്. അല്ല ഓരോരാൾ പോയിട്ട് അടുത്തയാണ് തങ്കപ്പൻ സംസാരിക്കുന്നത്. നീ നിന്റെ പറഞ്ഞിട്ട് ഒഴിവാകും. ഓരോരുത്തർ പറഞ്ഞോളും. പേരൊന്നും പറയണ്ട, ഓരോരുത്തർ പറഞ്ഞോളും. അല്ലടാ പ്രിയ കൂട്ടുകാരി, ഇപ്പൊ എല്ലാവർക്കും കുടുംബമുണ്ട്. മിക്കുള്ളവരും കല്യാണം കഴിച്ചു, ബാക്കിയുള്ളവർക്കെല്ലാം കുടുംബമുണ്ട്. എല്ലാ ജീവിത രീതിക്കും നമ്മൾ പോകാനാണ്. പക്ഷെ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പഴയ ജീവിരാജയിലെ അതേ സ്റ്റുഡൻസ് ആയിട്ടാണ്. ബാക്കി മറ്റെല്ലാം നമ്മൾ മറക്കാം. നമുക്ക് നമ്മളെ പഴയ ജീവിരാജയിലെ പഴയ സ്റ്റുഡൻസ് ആയിട്ടാണ് നമ്മൾ മൂന്നാട്ടിൽ വന്നിരിക്കുന്നത്. 16 വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. നീ ഇപ്പൊ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? ഫാമിലി എന്റെ പണി ഡ്രൈവറാണ്. അത് പറഞ്ഞോ. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആദിവാസി രാജാവിന്റെ അടിയനായ തങ്കപ്പ സംസാരിക്കുന്നതായിരിക്കും. തങ്കപ്പ വാടാ. ഞാൻ 93-94 കാലഘട്ടങ്ങളിൽ SLC എഴുതിയതിനു ശേഷം ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് കോഴിമലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത നമ്മുടെ കേരളത്തിന്റെ അതുപോലെ ഇന്ത്യയിൽ നമുക്ക് ഒരു റൈറ്റ് മേഖലയിൽ ഞാൻ താമസിക്കുന്ന ഒരാളാണ്. അവിടെ നമുക്ക് അഭിമാനിക്കാൻ തക്കവണ്ണം നമ്മുടെ